നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ജനുവരി 12 തന്റെ 54ാം പിറന്നാൾ ദിനത്തിൽ പ്രിയങ്ക ഗാന്ധി AICC നേതൃത്വത്തോട് ഒരു വ്യക്തമായ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അതായത് തന്നെ ഏത് സംസ്ഥാനത്തിൻ്റെ പ്രചരണ ചുമതല അതല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തിൻ്റെ നിരീക്ഷണ ചുമതലയാണ് ഏൽപ്പിക്കുക എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. മൊത്തമായി കഴിയില്ല, ഏതെങ്കിലും ഒരു സംസ്ഥാനം പറയൂ. പ്രിയങ്ക ഗാന്ധി നമുക്കറിയാം, അവർ വയനാട് MP ആണ്. വയനാട്ടിലെ പ്രളയ ദുരിതം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പിണറായി സർക്കാർ ഇവിടെ കാട്ടിക്കൂട്ടിയ കോപ്രായത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് സാധാരണക്കാർക്കും അറിയാം. കൃത്യമായി കോൺഗ്രസ് നേതൃത്വം, AICC നേതൃത്വം ഒറ്റക്കെട്ടായി പ്രിയങ്കയോടൊപ്പം നിന്ന് പ്രധാനമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും പ്രളയ ദുരിതാശ്വാസത്തിനുള്ള അടിയന്തര പാക്കേജ് ആവശ്യപ്പെട്ടത് ഏറ്റവും വേഗത്തിൽ നടപ്പിലാക്കാമെന്ന് അവർ വാക്കുകൊടുത്തു. എന്നാൽ കാര്യങ്ങൾ, അതിൻ്റെ ഫലം ഇതുവരെയും എത്തിയിട്ടില്ല. അത് സാധാരണക്കാർക്ക് പെട്ടിട്ടില്ല എന്ന രീതിയിലേക്ക് പോകുമ്പോൾ അത് പ്രയാസം ഉണ്ടാക്കിയിരിക്കും. പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം 10,000 കോടി ഇനീഷ്യൽ റിലീസായിരുന്നു അവരാദ്യം ആവശ്യപ്പെട്ടത്. അതിനുശേഷം ഘട്ടം ഘട്ടമായി അഡീഷണൽ ആയിട്ടുള്ള ഹെൽപ്പ് അത് കൃത്യമായി ആവശ്യപ്പെടുകയും ചെയ്തു. പ്രളയവുമായി സംബന്ധിക്കുന്ന വിഷയത്തിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി സഭ നിർത്തിവെച്ച അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണമെന്ന് പറയുകയും ചെയ്തിരുന്നതാണ്. വർഷങ്ങൾക്കിപ്പുറം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ദുരിതം ഒരു വലിയ ചർച്ചാ വിഷയമായി മലബാർ മേഖലകളിൽ ഇപ്പോഴും മുഴങ്ങി നിൽക്കുകയാണ്. അവിടെ ഭവന നിർമ്മാണ പദ്ധതി ഉൾപ്പെടെ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ച തീരുമാനങ്ങൾ ഉൾപ്പെടെ പ്രിയങ്ക ഗാന്ധി ഉത്തരവാദിത്വത്തോടു കൂടി അതിൻ്റെ കാര്യങ്ങളും വിവരിക്കുന്നുണ്ട്. വളരെ വ്യക്തമായി പ്രിയങ്ക ഗാന്ധി ഒരു ഉറപ്പ് കൂടി കൊടുത്തിരിക്കുകയാണ്. തൻ്റെ ചുമതല കേരളത്തിലേക്ക് തന്നെ ആക്കും. അധികാരം 10 കൊല്ലത്തിനിപ്പുറം തിരിച്ചു പിടിക്കാനുള്ള സുവർണ അവസരമാണ് ഇത്. നിരവധിയായ വിഷയങ്ങൾ ഭരണവിരുദ്ധ തരംഗമുണ്ടാക്കുമെങ്കിലും അതിനേക്കാൾ ഉപരിയായി പ്രിയങ്ക ചർച്ച ചെയ്യുന്നത് പ്രവർത്തകരുടെ വികാരം. അത് മനസ്സിലാക്കി ഒരു MP എന്ന നിലയിലും ഒരു ദേശീയ നേതാവ് എന്ന രീതിയിലും കോൺഗ്രസിൽ തിരിച്ച് അധികാരത്തിലേക്ക് കൊണ്ടുവരേണ്ടത് തൻ്റെ ചുമതല തന്നെയാണെന്ന് കൃത്യമായി AICC നേതൃത്വത്തോട് പ്രിയങ്ക പറയുകയാണ്. 2026 100 സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരത്തിലേക്ക് എത്തും എന്ന അവകാശവാദം UDF മുന്നോട്ട് വയ്ക്കുമ്പോൾ പ്രിയങ്ക ഉറപ്പിച്ചു പറയുന്നുണ്ട്, രാജ്യസഭയിലും ലോക്സഭ പോലെ സമ്പൂർണാധിപത്യം ഉണ്ടാകണം. ലെവലേശം മറ്റ് രീതിയിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതിന് കൃത്യമായി 110 സീറ്റ് വേണം. മിഷൻ 110 എന്ന സംഖ്യയിലേക്ക് UDF എത്തുന്നത് ആ രീതിയിൽ തന്നെയാണ്. പ്രിയങ്കയെ സംബന്ധിച്ചിടത്തോളം 2026 ഏറ്റവും കഠിനമേറിയ വർഷം തന്നെയാണ്. കാരണം ഒരു സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ അമ്പെ പാളി എന്ന് UPയിൽ BJP വിലയിരുത്തുമ്പോഴും കേരളത്തിൽ അവർ കന്നി അംഗത്തിൽ 4.25 ലക്ഷം വോട്ടിന് വിജയിച്ചു കയറി കൃത്യമായ ഒരു മറുപടി തൻ്റെ സ്ഥാനങ്ങളിലൂടെ വ്യക്തമാക്കുമ്പോഴും അധികാരം പിടിച്ചു കൊടുക്കുക എന്നതിൽ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വരും എന്നുള്ളതിൽ പ്രിയങ്കയ്ക്ക് വ്യക്തമായി കണക്കൂട്ടലുകൾ ഉണ്ട്.